വെൽക്കം ടു ഫുഡ് ഇൻഷി. നമുക്ക് കുറച്ച് ചിക്കൻ കുറുമ ഉണ്ടാക്കിയെടുത്താലോ. ഞാൻ 1 കിലോ ചിക്കനാണ് വെക്കുന്നത് കുറുമയ്ക്ക്. അതിന് വേണ്ടിയിട്ട് 2 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി ചെറുതായി ഒന്ന് മൂത്തേർത്ത് സവാള മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തിട്ടുണ്ട്. ചതക്കിയെടുത്താലും മതി. നമുക്ക് സവാള ഇട്ടെടുക്കാം. ചെറിയ സവാള 4 ചെറിയ സവാളയാണ്. സവാള വേണം. അതുപോലെ കുറച്ച് കറിവേപ്പില, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം ഇതിൽ കിടന്ന് നന്നായി വെന്ത് വെക്കാൻ. നന്നായി വേണം. അപ്പോൾ ഉള്ളി തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് വെക്കാം. ചിക്കൻ ഇതിൽ വെന്തൊന്ന് മൂത്ത് വന്നിട്ട് എന്നിട്ട് മസാല ഇട്ട് എല്ലാ ചിക്കനും ഇതിലേക്ക് പരത്തിട്ട് വെക്കാം. നമുക്ക് നന്നായി ഇളക്കി ചേർക്കാം. ഒന്ന് മുരിഞ്ഞ് വന്നിട്ട് നന്നായി മുരിഞ്ഞ് വെക്കാം. നമ്മൾ ചിക്കന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഉണ്ട്. 1 ടേബിൾ സ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി, 2 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടി. ഇത് കാശ്മീരി മുളകാണ്, അപ്പോൾ കുറച്ച് എരിവ് ഉണ്ടാവില്ല, കുറച്ച് കുറവായി വരും. 1 ടേബിൾ സ്പൂൺ മഞ്ഞളിൻ്റെ പൊടി. ഉപ്പൊക്കെ ആവശ്യം പോലെ ഇട്ട് കൊടുക്കണം. ഉപ്പ് കൂടരുത്, ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായി ഇളക്കി ചേർത്തെടുക്കാം. നമുക്ക് നന്നായി ഇളക്കി ചേർത്ത് ഈ മസാല ഒന്ന് ഇതുമൊന്ന് പിടിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് തേങ്ങാപ്പാൽ, 2ാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതൊരുവിധം എല്ലാം നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക, 2ാമത്തെ പാൽ ഒഴിച്ചു കൊടുക്കുക. നേരെ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ട് നമ്മളിത് മുരിയാൻ വെച്ചപ്പോൾ തന്നെ ചിക്കൻ ഒരു വിധം വെന്ത് വന്നിട്ടുണ്ട്. എന്നാൽ വേവാനുണ്ട്. അതൊക്കെ നന്നായി വെന്ത് വന്നിട്ട് നമുക്കിതിൽ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് അത് വേവട്ടെ. നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി അധിക സമയം അടുപ്പത്ത് വെക്കരുത്, പെട്ടെന്ന് ഇറക്കി കൊടുക്കാം. കുറച്ച് ബദാം പൊടിച്ചിട്ട് കൊടുക്കാം. ബദാമോ അണ്ടിപ്പരിപ്പോ എന്തെങ്കിലും പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി അധിക സമയം വെക്കല്ല, കുറച്ച് സമയം വെച്ചിട്ട് നമുക്ക് ഇറക്കി കൊടുക്കാം. നമ്മളെ കുറുമൊക്കെ തയ്യാറായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതൊന്നും ഉണ്ടാക്കി നോക്കിയാൽ കുറച്ചുകൂടെ മല്ലിയില ഇട്ട് കൊടുക്കാം.
നല്ല ടേസ്റ്റുള്ള സ്പൂണായിട്ടുണ്ടോ. ഇതൊരു പാത്രത്തേക്ക് സെർവ് ചെയ്യാം. നമ്മളെ കുറുമ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു കുറുമ ഉണ്ടാക്കി നോക്കിയാൽ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാട്ടെ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ അധികം കത്തിക്കരുത്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ. ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ബൈ.